ഹലോ ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ പറഞ്ഞു തരുന്നതാണ്. കാര്യം കോളേജിലേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് പറയാൻ വേണ്ടി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. എല്ലാ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഞാൻ കെട്ടിയൊരുങ്ങും, എന്നിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വോയിസ് ഓവർ ചെയ്യും. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാം. ദിസ് ഇസ് ഗാർണിയർ ക്ലെൻസിങ് വാട്ടർ. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു വലിയ ബോട്ടിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒലയുടെ SPF ബ്രൈറ്റൻ ആൻഡ് ഗ്ലോ വൈറ്റമിൻ C ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസിങ് ഫ്ലൂയിഡ്. അടിപൊളിയാണ്. പ്രൈമറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ല ഐറ്റം ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്നെയിൽ മ്യൂസിൻ. ഈ സംഭവം വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ട. എൻ്റെ ആദ്യത്തെ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ്. പിന്നെ വളരെ എഫക്റ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ മേടിച്ചു. കാര്യം എനിക്ക് ഈ മുഖം കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ഭയങ്കര മാറ്റ് ലുക്ക് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്, ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട്. കാര്യം പൗഡർ ഇട്ട് മടുത്ത ഒരാളാണ് ഞാൻ കുട്ടിക്കാലത്ത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കണം ഇഷ്ടമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ആണ്. സമ്മർ ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒലേ 7-in-1 ടോട്ടൽ എഫക്ട്സ് ഡേ മോയ്സ്ചറൈസർ SPF 15. ഞാൻ ആ കോളേജിന്റെ സംഭവത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്ത് നമുക്കിനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മേബിലൈൻ്റെ ആണ് ഫിറ്റ് മീ. ഇത് ഞാൻ മാറ്റി പിടിച്ചിട്ടില്ല. മാക്കിന്റെ ഒരെണ്ണം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം എൻ്റെ സ്കിൻ ടോണുമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ബ്രാൻഡിന്റെ കാര്യമല്ലോ പറഞ്ഞത്. ബ്രാൻഡ് അത് കിടിലാണല്ലോ, ഇതും കിടിലാണ്. അപ്പം ഇത് 332 ഗോൾഡൻ കാരമൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഒരു മാനിറമുള്ളവർക്ക് പറ്റിയ ഷെയ്ഡാണ് കേട്ടോ. കണ്ണ് മൂടിയെടുക്കാം. സെറ്റായി പോണം, ബ്ലെൻഡ് ആയി പോണ ഒരു ടൈപ്പ് ഷെയ്ഡാണ് കേട്ടോ. കണ്ണിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ഒരു ഐ കിറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തൊരു സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ട്, അതല്ല തൽക്കാലം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഈ ബ്രൗൺ സാധനോടെ മിക്സ് ചെയ്ത് ഇവിടുന്ന് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പെൻസിലിൽ തന്നെ എടുത്തിട്ട് കുറച്ച് സ്പ്രെഡാക്കി എഴുതാനാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം. ഐലൈനർ വെച്ച് ടിപ്പ് ടോപ്പ് പോലെ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. യെസ്, ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. കുറച്ചിങ്ങനെ സ്പ്രെഡാക്കി എഴുതുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗി. മേളിലിങ്ങനെ ലൈനാക്കി വരച്ച് വെക്കുന്നതിനേക്കാളും കുറച്ച് സ്പ്രെഡാക്കി എഴുതിയത് കൊണ്ട് തന്നെ മേളിൽ നമ്മൾ കുറച്ച് എന്താ പറയണത് ഐ ഷാഡോ എഴുതുന്നത് നന്നായിരിക്കും. കഴിഞ്ഞിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറയുന്നത് ലോറിയലിന്റെ എക്സ്ട്രാ ബ്ലാക്ക് വോളിയം മില്യൺ ലാഷസ് മസ്കാര ആണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇങ്ങനെയാണ് ഞാൻ ഐ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ലിപ് ലൈനർ വരയ്ക്കാമേ. ഈ ലിപ് ലൈനർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് റിമ്മൽ ലണ്ടൻ്റെ ബ്രൗണി പായ് എന്ന് പറയുന്ന ലിപ് ലൈനറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കേ മാക്കിൻ്റെ റൂബി വൂ റെഡ് ആണ് കേട്ടോ, റെഡ് കളറും. പിന്നെ ഇത് മേബിലൈൻ്റെ മാറ്റ് ഇങ്ക്. ഇതിൻ്റെ ഷെയ്ഡ് ഏതായിരുന്നു അപ്പോൾ 275 മോച്ച ഇൻവെൻറ്റ. ഈ രണ്ട് ഷെയ്ഡൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ദിസ് ഇസ് റെഡ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് കണ്ടില്ലേ, ചോക്ലേറ്റ്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, തിന്നാൻ തോന്നും. കണ്ടില്ലേ, മിക്സ് ചെയ്തിട്ടപ്പോൾ നല്ല സൂപ്പർ കളറായിട്ട് വന്ന്. ആ മേബിലൈൻ്റെ ഒറ്റയ്ക്കിടുമ്പം നല്ല ഡാർക്കായിരിക്കും, പക്ഷേ ഈ ഒരു റെഡ് കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും പെർഫെക്റ്റ്.
റെവല്യൂഷൻ്റെ സൂപ്പർ ഡ്യൂയി ലിക്വിഡ് ബ്ലഷ് ആണ് കേട്ടോ. റെവല്യൂഷൻ്റെ സൂപ്പർ ഡ്യൂയി ലിക്വിഡ് ബ്ലഷ്. ഒരു ഇമ്മിണി മതി. നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഈ എങ്ങോട്ടായി കെട്ടിയിരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ഇതിൽ എൻ്റെ സ്കിൻ ടോണിൽ പുറമേ ഞാൻ പുട്ടി അടിച്ച പോലെ ഒന്നും ഇരിക്കുന്നില്ല അല്ലേ. അപ്പം ഇങ്ങനെ ഒരു മേക്കപ്പാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ ഞാൻ പൗഡർ ഇട്ട് മാറ്റ് ആക്കുന്ന പരിപാടിയില്ല, എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് ഗ്ലോയിൽ ഇങ്ങനെ തിളങ്ങിയിരിക്കണതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പ്രൊഡക്ട്സ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീട്ടിൽ കാണാം.